അടുത്തിടെ അന്തരിച്ച വ്യവസായ ഭീമൻ രത്തൻ ടാറ്റ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിൽപത്രം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കുടുംബവും ബിസിനസ് ലോകവും. കുടുംബത്തിന് പുറത്തുള്ള ഒരാളുടെ പേര് വിൽപത്രത്തിൽ കണ്ടതോടെയാണ് എല്ലാവരും അമ്പരന്നത്. ആ വ്യക്തിക്കായി രത്തൻ ടാറ്റ മാറ്റിവെച്ചതാകട്ടെ ചില്ലറ തുകയല്ല, ഏകദേശം 500 കോടി രൂപയുടെ സമ്പാദ്യമാണ്. ജാർഖണ്ഡിലെ ഒരു സംരംഭകരായ മോഹിനി മോഹൻ ദത്തയാണ് രത്തൻ ടാറ്റയുടെ വിൽപത്രത്തിലെ ആ അപ്രതീക്ഷിത പേരുകാരൻ. വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആരാണ് അയാൾ, എന്താണ് അയാൾക്ക് രത്തൻ ടാറ്റയുമായുള്ള ബന്ധം എന്നിങ്ങനെ ചർച്ചകളിലാണ് ബിസിനസ് ലോകവും നെറ്റീസൺസും. 2024 കണക്കുകൾ പ്രകാരം 7900 കോടി രൂപയുടെ ആസ്തിയാണ് രത്തൻ ടാറ്റയ്ക്കുള്ളത്. ഏകദേശം 45 സ്റ്റാർട്ടപ്പുകൾക്ക് പുറമെ ഒല, പേടിഎം, ലെൻസ്കാർട്ട് ഉൾപ്പെടെ നിരവധി കമ്പനികളിൽ നിക്ഷേപം വേറെയും. ഈ സ്വത്തുക്കളുടെ വിതരണം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു വിൽപത്രത്തിൽ ഉണ്ടായിരുന്നത്. സ്റ്റാലിയൻ എന്ന ട്രാവൽ ഏജൻസിയുടെ ഉടമയായിരുന്നു മോഹിനി മോഹൻ. പാരമ്പര്യമായി നടത്തിവരുന്ന ഈ സ്ഥാപനം 2013 ടാറ്റയുടെ താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ കീഴിലുള്ള താജ് സർവീസിൽ ലയിപ്പിച്ചു. സ്റ്റാലിയന്റെ 80% ഓഹരികൾ മോഹിനി മോഹൻ ദത്തയും കുടുംബവും കൈവശം വെച്ച ശേഷമായിരുന്നു ലയനം നടന്നത്. രത്തൻ ടാറ്റയെ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ ഏകദേശം 24 വയസ്സായിരുന്നു മോഹിനി ദത്തയുടെ പ്രായം. തുടർന്നുള്ള 60 വർഷക്കാലം രത്തൻ ടാറ്റയുമായി അടുത്ത ബന്ധം അദ്ദേഹം സൂക്ഷിച്ചു. രത്തൻ ടാറ്റയുടെ അസോസിയേറ്റായും തോമസ് കുക്കിന്റെ ഭാഗമായിരുന്ന TC ട്രാവൽ സർവീസസിന്റെ ഡയറക്ടറുമായെല്ലാം മോഹിനി ദത്ത പ്രവർത്തിച്ചിരുന്നു. രത്തൻ ടാറ്റയുടെ കുടുംബത്തിലുൾപ്പെടെ സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്നും റിപ്പോർട്ടുകളുണ്ട്. രത്തൻ ടാറ്റയുടെ ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹവുമായി ഉണ്ടായിരുന്ന ബന്ധം മോഹിനി ദത്ത ഓർത്തെടുത്തിരുന്നു. ജംഷഡ്പൂരിലെ ഡീലേഴ്സ് ഹോട്ടലിൽ വെച്ചാണ് ആദ്യം ഇരുവരും കണ്ടതെന്നും രത്തൻ ടാറ്റ തന്റെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ വിൽപത്രം സംബന്ധിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല. മോഹിനി ദത്തയുടെ 2 പെൺമക്കളിൽ ഒരാൾ 2024 വരെ 9 വർഷക്കാലം ജോലി ചെയ്തിരുന്നത് ടാറ്റ ട്രസ്റ്റിലായിരുന്നു. അതിനു മുൻപ് താജ് ഹോട്ടലിലും ജീവനക്കാരിയായിരുന്നു. രത്തൻ ടാറ്റയുടെ വിൽപത്ര പ്രകാരം അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച സ്വത്തുക്കൾക്ക് പുറമേയുള്ള ആസ്തികളുടെ 1/3 മോഹിനി ദത്തയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മൂല്യം 500 കോടി കവിയുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനായി അഭിഭാഷകനായ ഡാരിയസ് ഗംബത, സുഹൃത്ത് മെഹിളി മിസ്ത്രി, അർദ്ധ സഹോദരിയായ ഷിറീൻ, ജെജി ബോയ് എന്നിങ്ങനെ 4 പേരെയും രത്തൻ ടാറ്റ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രത്തൻ ടാറ്റയുടെ സ്വത്തുക്കളുടെ മൂല്യം ഏകദേശം 8000 കോടി വരുമെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ ആസ്തി അതിലും അധികമാണെന്നാണ് കരുതപ്പെടുന്നത്. ടാറ്റ സൺസിലെ ഷെയറുകൾക്ക് പുറമെ ഫെറാരി, മാസറാട്ടി ഉൾപ്പെടെയുള്ള ആഡംബര കാറുകൾ, വിലപിടിപ്പുള്ള പെയിന്റിങ്ങുകൾ, സ്റ്റാർട്ടപ്പുകളിലെ ഓഹരികൾ, മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയുൾപ്പെടെ രത്തൻ ടാറ്റയുടെ പേരിലുണ്ട്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കുടിവെള്ളം തുടങ്ങി നിരവധി മേഖലകളിൽ ജീവിച്ചിരുന്ന കാലത്ത് രത്തൻ ടാറ്റ സഹായങ്ങൾ നടത്തിയിരുന്നു. തന്റെ സമ്പാദ്യത്തിന്റെ 66% അദ്ദേഹം ചെലവഴിച്ചിരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്കായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് ഇപ്പോഴും ടാറ്റ ട്രസ്റ്റുകൾ. പക്ഷേ വിൽപത്രമനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് സമയം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രൊബേറ്റ് ഉൾപ്പെടെയുള്ള നിയമവ്യവസ്ഥകൾക്ക് ശേഷമേ സ്വത്തുക്കൾ കൈമാറാൻ സാധിക്കൂ. വിൽപത്രം കോടതി സാക്ഷ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് പ്രൊബേറ്റ്. അതിന് കുറഞ്ഞത് 6 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും ജീവിതകാലത്ത് കൂടെയുണ്ടായിരുന്ന അനുയായിക്ക് 500 കോടി എഴുതി വെച്ച രത്തൻ ടാറ്റയുടെ മനസ്സിന് വലിയ കയ്യടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്.